ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇന്നത്തെ ഫുൾ വിശേഷം നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയിൽ നമ്മുടെ ഭൂമി തൻ്റെ അച്ഛൻ്റെ മൊബൈൽ മുറ്റടിക്കുന്ന ടൈമിൽ ഭൂമിക്കത് ആ വിൻഡോയുടെ താഴ്ന്ന ചെളിയിൽ അതിൻ്റെ മണ്ണിലൊക്കെ പൊതിഞ്ഞ് ആ മൊബൈൽ കിട്ടുകയാണ്. അങ്ങനെ ഭൂമി അത് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കി അത് കൊണ്ടുവന്ന് കുത്തിയിട്ടേനെ ചാർജ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ലക്ഷ്മി ഏട്ടത്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും കടയിൽ പോകാനായിട്ട് നമ്മുടെ ഭൂമി ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം അതിന് മുന്നോടിയായിട്ട് ആ മൊബൈൽ ചാർജ് കയറോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കൊണ്ടിടുമ്പോൾ ചാർജ് കയറുന്നുണ്ട്. അങ്ങനെ ഭൂമി കുളിച്ച് ഫ്രഷായി കടയിലോട്ട് പോകാനായിട്ട് അച്ഛൻ്റെ ഫോട്ടോയുടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി ഏട്ടത്തി നമുക്ക് പോകാം, ഞാൻ പോയി മൊബൈലൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ആ അച്ഛൻ്റെ മൊബൈൽ കൊണ്ടുപോയി കുത്തിയിട്ടത് നോക്കിയാണ്. അപ്പോൾ ചാർജ് കയറുന്നുണ്ട്, പക്ഷെ അത് ഓണായി വരുന്നില്ല. ചിലപ്പോൾ കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഓൺ ആവുമായിരിക്കും. എന്തായാലും പോയിട്ട് വന്നിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ ഭൂമി അത് കുത്തി അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി എന്തായി മോളെ ഫോൺ ഓണായോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല ലക്ഷ്മി ഏട്ടത്തി, ചാർജ് കയറുന്നുണ്ട്, പക്ഷെ അത് ഓണായി കിട്ടുന്നില്ല. ചിലപ്പം കുറച്ച് ദിവസം മണ്ണിൻ്റെ അടിയിൽ ആ നനവൊക്കെ തട്ടി കിടന്നിട്ടായിരിക്കാം. എന്തായാലും വൈകിട്ട് ഞാൻ വരുമ്പോൾ ഉച്ചകഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നോക്കിക്കോളാം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ചാർജ് കയറുമോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ. അപ്പോൾ ആയിക്കോട്ടെ മോളെ, നമുക്ക് എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി ലക്ഷ്മിയും കൂടെ ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ അവർ കടയിലോട്ട് പോവുകയാണ്. അങ്ങനെ കടയിലെത്തി ഭൂമിക്ക് ആകെ ഒരു എന്താ പറയണ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. കാരണം വീട്ടിൽ ഇരുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. കടയിൽ ചെന്ന അമ്മ തൊട്ടടുത്താണെങ്കിലും അമ്മ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മയെ ഒന്ന് കാണാം, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളായിട്ടാണ് നമ്മുടെ ഭൂമി ടീ ഷോപ്പിലോട്ട് വന്നത്. അങ്ങനെ ടീ ഷോപ്പിലിരിക്കുമ്പോൾ നമ്മുടെ അപ്പം ബാലേട്ടൻ അങ്ങോട്ട് വരെയാണ് കേട്ടോ. അങ്ങനെ ബാലേട്ടൻ വരുമ്പോൾ ഭൂമിയെ കാണാനാണ്. കണ്ടപ്പോൾ മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ പറയും, എന്താ പറയണ ബാലേട്ട, വീട്ടിൽ ഇരുന്ന ഒരു സമാധാനം ഇല്ല. അമ്മയെ ഒന്ന് കണ്ട, അമ്മയെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉടനടി ചെയ്യണം. കാരണം എനിക്ക് ഓരോ ദിവസം വൈകും തോറും എന്തോ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അച്ഛനും ഇല്ല അമ്മയില്ല. അപ്പോൾ ബാലേട്ടനെ അത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരു സങ്കടമാവേന കേട്ടോ. മോളോ എല്ലാം ശരിയാണ്, മോള് സമാധാനപ്പെട്ടിരിക്കുക കേട്ടോ, ഞങ്ങളൊക്കെ നിൻ്റെ ഒപ്പം തന്നെയുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് ഭൂമിക്കൊരു ധൈര്യമൊക്കെ നമ്മുടെ ബാലേട്ടൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മി ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ബാലേട്ടൻ പറയും, മോളെ അതെ, സമയം കിട്ടുമ്പോൾ ബാലേട്ടന് 1-2 കേസുകളൊക്കെ ഒന്ന് തെളിയിക്കാനുണ്ട്, മോളൊരു ഹെൽപ്പ് വേണം കേട്ടോ. അതിനെന്താ ബാലേട്ട, അതൊക്കെ ഞാൻ ചെയ്തു തരാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം കൂടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാനസികാവസ്ഥ അത്ര പോരാ, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ എന്നുള്ളതൊക്കെ നമ്മുടെ ഭൂമി ബാലേട്ടൻ്റെ അടുത്ത് പറയാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഭൂമി നേരെ സ്റ്റേഷനിലോട്ട് ചെല്ലണം കേട്ടോ. ഭൂമിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ല. കാരണം അമ്മയെ പുറത്തിറക്കാനുള്ള വഴികൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം. ഇപ്പോൾ ഉള്ള തെളിവുകളെല്ലാം അംബികയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മയെ പുറത്തിറക്കണമെങ്കിൽ അമ്മയ്ക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ നമ്മുടെ ഭൂമി സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അജയ് അവിടെ ഉണ്ട്. അങ്ങനെ അജയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അതെ സാർ, എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അജയ് ചോദിക്കും, എന്താടോ പറയുമെന്ന് പറയാം. അതെ, വേറൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ ഫോറൻസിക് റിപ്പോർട്ടും ഒന്ന് വായിക്കാനായിട്ട് എനിക്ക് തരാമോ എന്ന് ചോദിക്കും. അപ്പം അജയ് ചോദിക്കും, എന്ത്, അതൊക്കെ എങ്ങനെയാണോ, ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഇല്ലേ, തനിക്ക് അതൊക്കെ അറിയില്ലേ, തന്നെ ഒന്നും പഠിക്കാത്ത ഒരാളൊന്നും അല്ലല്ലോ. അതല്ല സാർ, എനിക്കത് വേണം, കാര്യം വേറൊന്നുമല്ല, എൻ്റെ അമ്മയെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ എനിക്കത് അറിയണം. കാരണം എൻ്റെ അച്ഛൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ അച്ഛൻ മദ്യപിച്ചിട്ടേ ഇല്ല. ആ അച്ഛൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അച്ഛൻ മദ്യപിച്ചു എന്നുള്ളത് വന്നെങ്കിൽ അതിലെന്തോ ഒരു അപാകത കാണുന്നില്ലേ സാറേ, എനിക്ക് അതൊന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി, ഞാൻ അപ്പം തന്നെ തിരിച്ച് തരാം സാർ എന്നിങ്ങനെ പറയണ. അപ്പോഴേക്കും അജയ്ക്ക് ദേഷ്യം പറയണ, ഭൂമി ഞാൻ നിന്നോട് ആവർത്തിച്ച് പറയണ, നമുക്ക് അങ്ങനെ അതെടുത്ത് തരാനുള്ള റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നീ പറയുന്നത് മനസ്സിലാക്കുക, എനിക്ക് നിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവുന്നുണ്ട്. കാര്യം നിൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ അമ്മ നിരപരാധി ആയിരിക്കാം, പക്ഷേ എങ്കിലും എൻ്റെ അവസ്ഥയും കാര്യങ്ങളും കൂടെ ഭൂമി ഒന്ന് മനസ്സിലാക്കണം എന്ന രീതിയിൽ പറയാൻ കേട്ടോ. അപ്പോഴേക്കും അജയ് പറഞ്ഞതോർത്തിട്ട് ഭൂമിക്ക് ഭയങ്കര
ഭയങ്കര വിഷമമാവുകയാണ്. കാരണം അറ്റ്ലീസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് അത് കൊണ്ടുപോകാനല്ലല്ലോ, അതൊന്ന് വായിച്ച് നോക്കാനായിട്ടല്ലേ ചോദിച്ചത്. അപ്പോഴേക്കും നിറകണ്ണുകളോട് നമ്മുടെ ഭൂമി അജയുടെ അടുത്ത് പറയണ, അതെ സാറിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം സാറിൻ്റെ അച്ഛനുണ്ടല്ലോ മാധവൻ സാറ് ഇതുപോലെ ഇങ്ങനെ ഒരു ഇതിൽ മരണപ്പെടുകയും സാറിൻ്റെ അമ്മ ഇതുപോലെ ജയിലിലാവുകയും ചെയ്യുമ്പോഴേ സാറിന് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്ക് അജയ്ക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അജയ് പുറത്തോട്ടൊന്ന് പോകുന്ന സമയം നമ്മുടെ ഭൂമിയും പിന്നെ ടീ ഷോപ്പിലോട്ട് പോയി. അങ്ങനെ അജയ് പുറത്തോട്ട് പോയ സമയം നോക്കി ഭൂമി കണ്ടായിരുന്നു കേട്ടോ അജയ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ എന്തോ ആവശ്യമായിട്ട് അജയ് പോയതാണ്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ ഭൂമി വേഗം സ്റ്റേഷനിലോട്ട് വരികയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഭൂമിക്ക് പരിചയമുള്ള ആ ഒരു വനിതാ കോൺസ്റ്റബിളുമായിട്ട് സംസാരിക്കണേ, എങ്ങനെയെങ്കിലും എനിക്ക് ആ ഫോറൻസിക് റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാമോ, ഞാൻ 1-2 ഫോട്ടോ എടുത്തിട്ട് അത് ഇപ്പം തന്നെ തരാം, എൻ്റെ എൻ്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ടാണ്, മറ്റൊന്നുമല്ല. എൻ്റെ അച്ഛനൊരു മദ്യപാനിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അത് തെറ്റാണ് മേഡം, അത് തെറ്റാണ്. ഞാനത് തെളിയിച്ച് കൊണ്ടുവരും, ഒരിക്കലും എൻ്റെ അച്ഛൻ മദ്യം തൊടില്ല എന്നുള്ളത് തീർത്ത് പറയണം കേട്ടോ നമ്മുടെ ഭൂമി. അപ്പം ആ വനിതാ പോലീസുകാർ പറഞ്ഞു, അതെ ഭൂമി, എനിക്കിതൊന്നും അങ്ങനെ എടുത്തു തരാനുള്ള ഒരു പെർമിഷൻ ഇല്ല, നമുക്കിവിടെ കുറച്ച് ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയട്ടോ. ഭൂമി വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ ആ പോലീസുകാരിയോട്. അപ്പോൾ അവസാനം ഒടുവിൽ ഭൂമിയുടെ ആ സങ്കടവും ഭൂമിയുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് അവർ, എൻ്റെ പണി പോണ കേസാണ് കേട്ടോ ഭൂമി, അതുകൊണ്ട് വേണ്ട പോലെ നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഈ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഭൂമി അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് അത് വായിച്ച് നോക്കുന്ന സമയം നമ്മുടെ അജയ് വേഗം കയറി വരെയാണ് കേട്ടോ. അജയ് വേറെന്തോ ആവശ്യമായിട്ട് പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഭൂമിയുടെ കയ്യിൽ ഇതിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ള അവരെയൊക്കെ വഴക്ക് പറയുന്നത് സ്റ്റാഫിനെയൊക്കെ, നിങ്ങൾ എന്താ ഈ കാണിക്കണത്, ഇതങ്ങനെ വെളിയിൽ കാണിക്കാൻ പാടില്ലാത്തൊരു സംഭവമല്ലേ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഭൂമി എന്താ ഇത്, ഭൂമിക്ക് ഇത് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ അജയ് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായി ഇപ്പം ഭൂമിക്ക്. അപ്പോൾ അജയ് അവസാനം, ഭൂമി താൻ സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തനിക്ക് ഈ ലോകത്ത് തൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അച്ഛൻ നഷ്ടപ്പെട്ടു, തൻ്റെ അമ്മയും കൂടെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി തന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, വേറൊന്നുമല്ല. ഇത് നമ്മുടെ ജോലിയെ ബാധിക്കുന്ന ഒരു കേസാണ്, നിയമപരമായി മാത്രമേ അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഭൂമിയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അജയ് ക്യാബിനിലോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. എന്നിട്ട് ഭൂമിയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ അജയ്ക്ക് എന്തോ വല്ലാത്ത വിഷമമാവുകയാണ്. അങ്ങനെ അതൊക്കെ അജയ് കാണിക്കുന്നുണ്ട് ഭൂമിയോട്. അങ്ങനെ ഭൂമി അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭൂമി നേരെ തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ അമ്മയെ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അമ്മയെ കണ്ടില്ല ലക്ഷ്മിയേട്ടത്തി, അമ്മയെ കാണാനായിട്ട് പോകുന്നേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ഭൂമി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അംബികയുടെ അടുത്തോട്ട് സെല്ലിനകത്തോട്ട് ചെല്ലുകയാണ്. ഭൂമിക്കൊരു വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം തൻ്റെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, തൻ്റെ അമ്മയൊന്ന് പുറത്തിറക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ, ഒരു തെളിവുകൾ പോലും എൻ്റെ അമ്മയ്ക്ക് അനുകൂലമായിട്ടില്ല, താൻ ഇനി എന്താ ചെയ്യണേ? ഭൂമിക്ക് ഭയങ്കര സങ്കടം വരുന്നു കേട്ടോ. ഭൂമി അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് അമ്മയുടെ മുമ്പിൽ ഇന്ന് കരയുമ്പോഴത്തേക്ക് അംബികയ്ക്ക് അതിനേക്കാളേറെ സങ്കടം വരണം. കാരണം മോൾ ഇങ്ങനെ വിഷമിക്കല്ലേ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇല്ല, എൻ്റെ അമ്മ വിഷമിക്കേണ്ട, ഞാൻ കരയില്ല കേട്ടോ, ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മയെ പുറത്തിറക്കും, അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അമ്മ സന്തോഷമായിട്ടിരിക്കണേ. അപ്പോഴേക്കും നമ്മുടെ അംബിക പറഞ്ഞു, അതെ എനിക്ക് ഈ ജയിലിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ അച്ചുവേട്ടനില്ലാത്ത ആ ഒരു വീട്, അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലൊന്ന് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല മോളെന്നും പറഞ്ഞുകൊണ്ട് അംബിക പൊട്ടി കരയാണ് കേട്ടോ. അവസാനം ഭൂമി അംബികയെ കുറേയേറെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അമ്മ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് അമ്മേനെ ഇറക്കാം, എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ അമ്മ മാത്രമേ ഇനിയുള്ളൂ, ഇനി ഒരു ബുദ്ധിമുട്ടോ അമ്മയ്ക്ക് ഉണ്ടായില്ല എന്ന കാര്യമൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ അംബികയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ഭൂമിക്ക് അത്
ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം തന്നെ അമ്മ ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയും തിരിച്ച് അതുപോലെ അമ്മയും സമാധാനപ്പെട്ടിരിക്കുക. അത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ ഭൂമിക്ക് കഴിയുന്നില്ല കേട്ടോ. പക്ഷെ അംബിക എന്തെന്നില്ലാത്തൊരു ധൈര്യം എടുത്തിട്ട് ഭൂമിയെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. മോളെ ഇന്നതുപോലെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ഭൂമി അംബികയെ പുറത്തിറക്കാനായിട്ടുള്ള ചില പൊടി കൈകളൊക്കെ ചെയ്യാൻ കേട്ടോ. കാരണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അച്ഛൻ്റെ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതെല്ലാം അംബികയ്ക്ക് എതിരായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ പോലും അതിൻ്റേതായ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഭൂമിക്ക് വല്ലാത്തൊരു സങ്കടവും നെടുവീർപ്പും ഒക്കെയാണ് കേട്ടോ. ഭൂമി വീട്ടിൽ പോയി ഇരുന്നാൽ കൂടിയും അംബികയെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് അത് കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയോ. അതേപോലെ നമ്മുടെ അജയ് പറയുന്നുണ്ട്, താൻ ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട, തൻ്റെ അമ്മയെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. താൻ തളർന്ന് പോകരുത്, തൻ്റെ കൂടെ എന്ത് കാര്യത്തിലും ഞാൻ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ആത്മധൈര്യമൊക്കെ നമ്മുടെ ഭൂമിക്ക് നമ്മുടെ അജയ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവാൻ കേട്ടോ. എന്നിട്ട് ഒരു കാര്യം കൂടെ അജയ് പറയുന്നുണ്ട്, അതെ താൻ ഒരു കാര്യം എത്രയും പെട്ടെന്ന് അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ ആരുടെയെങ്കിലും ആ മൊബൈൽ ഒന്ന് കിട്ടുകയാണെങ്കിൽ അവരാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, ഇങ്ങോട്ട് ആരെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭൂമി പെട്ടെന്ന് കണ്ണൊക്കെ തുടയ്ക്കുകയാണ്. കണ്ണ് തുടച്ചിട്ട് ഞങ്ങളൊക്കെ ഭൂമി ഓർക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ എനിക്ക് മുറ്റടിച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ മൊബൈൽ ആ മണ്ണിൽ പൊതിഞ്ഞ് കിടന്ന് കിട്ടിയ കാര്യവും താനത് കുത്തിയിട്ടേക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ അത് ഭൂമി ആദ്യം ഒരു നിമിഷം അജയോട് അത് പറയണോ വേണ്ട, ഇപ്പോൾ പറയേണ്ട കാര്യമില്ല എന്ന് മനസ്സിലിങ്ങനെ ഓർക്കാൻ കേട്ടോ. എന്നിട്ട് ഭൂമി അത് അജയോട് പറയാണ്ട് തന്നെ വീട്ടിലോട്ട് വരേണ്ട കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കഴിയുന്ന ഭൂമി ആ മൊബൈലെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ അത് ഓണായി കിട്ടുന്നില്ല. കാരണം ചാർജ് കയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്താൽ അത് ഓണാവുന്നില്ല. അപ്പം ഭൂമിക്ക് ആകെ ഒരു എന്തോ പോലെ ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കണം എന്ന രീതിയിൽ. എന്നിട്ട് ഭൂമി ചിന്തിക്കുന്നുണ്ട്, അല്ല എൻ്റെ അച്ഛന് അങ്ങനെ ഒരു പേടി ഭയമോ അഥവാ ഉള്ളിൽ ഇതിന് മുന്നേ മരിക്കുന്നതിന് മുന്നേ ഉണ്ടായി കാണുമോ. അങ്ങനെ ഭൂമി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു തെളിവ് ചിലപ്പോൾ അച്ഛൻ്റെ അലമാരിയിലോ എവിടെയെങ്കിലും എനിക്കായിട്ട് അച്ഛൻ എന്തെങ്കിലും ഒരു തെളിവെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കുമോ. അങ്ങനെ ഭൂമി ചുമ്മാ എല്ലാം അടുക്കി വെച്ചിരുന്ന ഇതൊക്കെ എടുത്ത് ഒന്നും കൂടെ എല്ലാം കുടഞ്ഞും മടക്കിയെടുത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പഴുത് കിട്ടുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഭൂമി ആ ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് അത് ശരിയാക്കാനായിട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അജയ് ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ടൊക്കെ വരികയാണ് കേട്ടോ. സൗഭാഗ്യപുരത്ത് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യ അമ്മ നമ്മുടെ ഭവാനിയുടെ അടുത്തോട്ടൊന്ന് ചെല്ലുകയാണ് കേട്ടോ. അപ്പം ഭവാനി എന്തേ അമ്മ എന്ന് ഇങ്ങനെ ചോദിച്ച് ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയൊക്കെ എണീറ്റിരിക്കുകയാണ്. അതെ ഭവാനി, നിന്നോട് ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. അതെ കുട്ടികളുടെ കല്യാണമൊക്കെ ഇങ്ങനെ അടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്വർണ്ണമായിട്ടാണെങ്കിൽ സ്വർണ്ണം, അവൾക്ക് എന്ത് വേണമെങ്കിലും പറയണം, വാങ്ങാം. അപ്പം പറഞ്ഞു, അമ്മേ അവൾക്ക് അങ്ങനെ സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം മുത്തശ്ശിക്കൊന്നും തോന്നണ്ട, അത് കരുതിയിട്ടാണ് സ്വർണ്ണത്തിനോട് താല്പര്യമില്ല എന്നുള്ളത് പറഞ്ഞത്. അല്ല മറ്റെന്താണെങ്കിലും അവളോട് അത് വേണമെങ്കിൽ ഒന്ന് പറയാനായിട്ട് പറയണം കേട്ടോ ഭവാനി എന്ന് പറഞ്ഞു. അല്ലമ്മേ അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊള്ളാൻ ഞാനും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പം എന്തായാലും കുട്ടികളുടെ കല്യാണം അതിഗംഭീരമായിട്ട് തന്നെ നടത്തണം എന്നുള്ളതൊക്കെ മുത്തശ്ശി ഇങ്ങനെ ഭവാനിയോട് പറയണേ. ഭവാനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ വരെയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ അജയ് വന്ന് കണ്ടിട്ട് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി അജയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. മോനെ എന്തായി കാര്യങ്ങളൊക്കെ, ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനം ഇല്ല. ഇനിയിപ്പോൾ അത് എങ്ങനെ ഒറ്റയ്ക്ക് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് എന്നുള്ളതൊക്കെ ഓർത്തിട്ട് മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്തൊരു മനപ്രയാസമായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പാവം അതിൻ്റെ അച്ഛൻ അങ്ങനെ, അമ്മയുടെ അവസ്ഥ ഇങ്ങനെ, ആ പെൺകുട്ടിയുടെ അമ്മയെ പുറത്തിറക്കാൻ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടിയോ മോനെ എന്നൊക്കെ അജയോട് ചോദിക്കുന്നുണ്ട്. അതിനാരും ഇല്ലാത്തൊരവസ്ഥയായി പോയല്ലോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അജയുടെ മനസ്സിലും ഭൂമിയെക്കുറിച്ചൊരു വല്ലാത്ത അനുകമ്പ തോന്നുകയാണ്. കാരണം അവൾക്ക് ആരും ഇല്ലാണ്ടായി പോയില്ല. ഇത്രയും നല്ല കഴിവും ഒക്കെ ഉള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഒറ്റയടിക്ക് അവളെ തളർത്തിയിട്ടണക്കുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് അവളെ കൊണ്ട് എത്തിച്ചല്ലോ വിധി എന്ന രീതിയിൽ അജയും ഭൂമിയെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭവാനി 100
ചിന്തകളാണ്. കാരണം എന്ന് വെച്ചാൽ അഭിരാമി എന്ന് പറയുന്ന ഇവളെ ഇനി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ ഉൾപ്പെടെ, അതായത് സൗഭാഗ്യമ്മ ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ എൻ്റെ മകളെയും പുറത്തിറക്കി അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനം കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഭവാനിയുടെ ഉള്ളിൽ വരെയാണ്. അങ്ങനെ ഭവാനി കമാലിനെ വിളിച്ച് പല കാര്യങ്ങളും ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ പലതും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഭൂമി അമ്മയെ ഇറക്കാനുള്ള എല്ലാ തെളിവുകളുമായിട്ട് തന്നെ ഇനി കോടതിയിൽ വരുന്നുണ്ട് കേട്ടോ. പല കാര്യങ്ങളും തെളിയിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ അച്യുതൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഒരുപാട് കള്ളക്കളികളൊക്കെ നടന്നൊക്കെയാണ്. അതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഭൂമി വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ പുതിയ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരായാൽ രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യണം. ഇനി 12 മണിക്ക് നമ്മുടെ പവിത്രം അപ്കമിങ് വിശേഷം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാർട്ട് 6, 7, 8, 9, 10 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഇവർ വിവാഹിതരായാൽ പരമ്പര ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.